ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് ഞാൻ എളുപ്പത്തിലുണ്ടാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഡിന്നറിന് വേണമെന്നുണ്ടെങ്കിലും ആവാം. മുട്ട ദോശയും നല്ല വറ്റൽമുളകും ഉള്ളിയും പുളിയൊക്കെ പിഴിഞ്ഞൊഴിച്ചിട്ടുള്ള നല്ല ഒന്നാം തരം ഒരു ചമ്മന്തി. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് 250 ഗ്രാം കൊച്ചുള്ളിയാണ്. അത് വെറുതെ രണ്ടായിട്ടൊന്നും മുറിച്ചിട്ടേ ഉള്ളൂ കേട്ടോ. അതിലേക്ക് നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റുമ്പം ചെയ്യുന്നത് പോലെ 1 ടീസ്പൂൺ ഉപ്പിടുക, ഒരു 10 വറ്റൽമുളകിട്ട്, ഒരു 10 കാശ്മീരി ചില്ലിയും ഇടുക. ഇതിന് സാമാന്യം നല്ല എരിവുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എരിവിൻ്റെ അളവ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ കുറേശ്ശെ കുറയ്ക്കാം. പിന്നെ ഒരു 4 അല്ലെങ്കിൽ മാക്സിമം ഒരു 5 അല്ലി വെളുത്തുള്ളി, അത് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണയിൽ ഇതെല്ലാം വഴറ്റുക ചെയ്തത് ഇതുവരെ. ഈ ഒരു പരുവം ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ഉള്ളിയും ഒക്കെ ഈ ഒരു പരുവം വരെ വഴറ്റണം. എന്നിട്ട് അതിനകത്തുനിന്ന് വറ്റൽമുളക് മാത്രം എല്ലാം ഇങ്ങനെ എടുക്കുക. വറ്റൽമുളകും കാശ്മീരി ചില്ലിയും മാത്രം എടുത്തിട്ട് അതാദ്യം ഒന്ന് പൊടിക്കണം. ആ വഴറ്റിയ ഉള്ളിയും വെളുത്തുള്ളിയും വറ്റൽമുളകും എല്ലാം ഒന്നിച്ചിടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എല്ലാം അങ്ങ് പേസ്റ്റ് പോലാവും. ഇപ്പം ഇതേ കണ്ടില്ലേ, അത് തണുത്ത് കഴിഞ്ഞിട്ടേ പൊടിക്കാവുള്ളൂ. അത് പൊടിച്ചിട്ട് ഈ ഒരു പരുവം ഒന്ന് ചതഞ്ഞ പരുവേ ആയിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഉള്ളിയെല്ലാം വഴറ്റിയത് വേറെ ഇടുക. വേറെ ഇട്ടിട്ട് ഇതൊക്കെ ഒരു 2 പ്രാവശ്യം ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. ഇത് ഇത്രയും ഈ ഒരു പരുവേ ആകാവുള്ളൂ. അപ്പം നമ്മൾ ആ ഒരു കല്ലിലൊക്കെ ചതച്ചെടുക്കുന്ന ആ ഒരു പരുവം ഉണ്ടല്ലോ, അത്രയുമേ ആവുള്ളൂ. എന്നിട്ട് നമ്മൾ ഇതെല്ലാം കൂടെ വേറെ കുറച്ച് എണ്ണ ഒഴിക്കണം. പക്ഷേ ഇതിന് കുറച്ച് നന്നായിട്ട് എണ്ണ വേണം കേട്ടോ. ഒരു 1/4 കപ്പ് എണ്ണ വേണം. മിനിമം ഒരു 2 ടേബിൾ സ്പൂണെങ്കിലും. ഞാൻ 1/4 കപ്പാണ് യൂസ് ചെയ്തത്. എന്നാലേ അതിൻ്റെ ശരിക്കുള്ള ആ ഒരു ടേസ്റ്റ് വരുള്ളൂ. അതും വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത്. ഇത് രണ്ടാമത് എണ്ണയിലോട്ട് ഇടുമല്ലോ, അപ്പോൾ ഒരു 10 മിനിറ്റെങ്കിലും വഴറ്റണം കേട്ടോ. പിന്നെ ഉപ്പ് പോരെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പുമിട്ട്, വെളിച്ചെണ്ണ കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ചെയ്യേണ്ടത് കുറച്ച് പഞ്ചസാര, ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര, അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ശർക്കര ചിരണ്ടിയതായാലും മതി. പിന്നെ കറിവേപ്പില, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി അങ്ങ് നിർത്തിയാൽ മതി. ഇത് ഭയങ്കര നല്ലതായിട്ടോ. ഇത് വേണമെന്നുണ്ടെങ്കിൽ പലതിൻ്റെയും കൂടെ പറ്റും, കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. പിന്നെ ഏറ്റവും അവസാനം നമുക്ക് ചേർക്കേണ്ട ഒരു കാര്യം പുളി പിഴിഞ്ഞൊഴിക്കുക. പുളി പിഴിഞ്ഞൊരു ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി ഒരു കുറച്ച് വെള്ളത്തിൽ നല്ല കട്ടിയായിട്ട് പിഴിഞ്ഞിട്ട് അതും കൂടെ അതിനകത്തോട്ടങ്ങ് ഒഴിക്കാം. പിന്നെ നിങ്ങൾക്ക് ഇത് തന്നെ ഇതേ ചട്നി കുറച്ചുകൂടെ ലൂസായിട്ട് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കുറച്ച് തിളച്ച വെള്ളം കൂടെ ഒഴിച്ചിട്ട് കുറച്ചുകൂടെ ലൂസാക്കാം. അപ്പോൾ ഇത് കപ്പയ്ക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിലും എടുക്കാം. പിന്നെ ഒറോട്ടിയുടെ കൂടെ എടുക്കാം. പിടി ഉണ്ടാക്കുമല്ലോ നമ്മൾ, അരിപ്പൊടി കൊണ്ട് പിടിയുടെ കൂടെ കഴിക്കാം. ഈ മുട്ടദോശയുടെ കൂടെയും നല്ലൊരു കോമ്പിനേഷനായത് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ഉള്ളി വറ്റൽമുളക് ചട്നി റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ശേലുണ്ടല്ലേ, അതുപോലെ സ്വാദുമാണ്. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണേ. അപ്പം നമുക്ക് ഇനി ഇത് മുട്ടദോശയുടെ കൂടെയല്ലേ ഇപ്പോൾ കഴിക്കുന്നത്, അപ്പം 2 മുട്ടദോശ കൂടെ ഉണ്ടാക്കാം. അപ്പോൾ ദോശ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഉണ്ടാക്കി അതിലേക്ക് സാധാരണ ചെയ്യുന്നത്, പക്ഷേ ഞാൻ കണ്ടിരിക്കുന്നത് ചില മുട്ടദോശയിലൊക്കെ ഒരുമിച്ച് തന്നെ 2 മുട്ട പൊട്ടിച്ചൊഴിക്കും. അതിൻ്റെ ആവശ്യമില്ല. ശരിക്കും അതിൻ്റെ മുകളിലോട്ട് കുറച്ച് നെയ്യൊന്ന് ഇട്ടിട്ട് അത് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒരു മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് ആ മുട്ടയുടെ മുകളിലോട്ട് കുറച്ച് ഉപ്പുപൊടി ഇടുക. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ദോശയുടെ മാവിൽ ഉപ്പുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മുട്ടയ്ക്ക് ഉപ്പ് ചേർക്കാതിരിക്കരുത്. ഒരു കുറച്ച് ഉപ്പ് ആ മുട്ടയുടെ ആ ഒരു പരുവത്തിനുള്ളത് ചേർത്തിട്ട് ഒരു ഫോർക്കോ സ്പൂണോ എന്തെങ്കിലും കൊണ്ട് ഇങ്ങനെ അങ്ങ് സ്പ്രെഡ് ചെയ്താൽ മതി. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ളത് കാണും. 2 മുട്ടയുടെ ആവശ്യമില്ല. പിന്നെ നമുക്ക് കുറച്ചുകൂടെ സൂക്ഷിച്ച് മുട്ട ഉപയോഗിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ 3 ദോശയാണ് വേണ്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ 3 മുട്ട ദോശയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് 2 മുട്ട ഒന്നിച്ച് പൊട്ടിച്ചൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് അതിനകത്ത് ഉപ്പിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഫോർക്ക് കൊണ്ട് വല്ലതും ഒന്ന് ബീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് 3 ദോശയ്ക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റും. പക്ഷേ എന്തായാലും 3 ദോശയ്ക്ക് 2 മുട്ടയെങ്കിലും മിനിമം വേണം കേട്ടോ. അതിൽ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അത് മുട്ടയുടെ ആ ഒരു സ്വാദ് കിട്ടില്ല. അപ്പോൾ ആ ദോശയുടെ മാവിൻ്റെയും ആ മുട്ടയുടെയും ഉപ്പിൻ്റെയും എല്ലാം കൂടെ ആ ഒരു ടേസ്റ്റ് ഒന്നിച്ച് വരുമ്പോഴാണ് ഈ ചട്നിയുടെ കൂടെ ഭയങ്കര ഒരു രുചി വരുന്നത്. പിന്നെ ഈ ഒരു ചട്നി അല്ലാതെ ഇതിൻ്റെ കൂടെ വളരെ നല്ല രുചിയുള്ള വേറൊരു ചട്നി എന്ന് പറയുന്നത് തേങ്ങാ ചമ്മന്തി ഉണ്ടല്ലോ. തേങ്ങാ ചമ്മന്തി കുറച്ച് ഉള്ളി ഇട്ടിട്ട് പച്ചമുളക് ഇട്ടിട്ട് നമ്മൾ താളിക്കാതെ എടുക്കുന്ന ഒരു ചമ്മന്തി ഉണ്ടല്ലോ, വളരെ കുഞ്ഞൊരു കഷ്ണം ഇഞ്ചി ഇട്ട് അടിച്ചെടുത്താൽ അതും ഈ മുട്ടദോശയ്ക്ക് വളരെ നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ. അപ്പം നിങ്ങൾ പറ്റുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യണേ. പിന്നെ നാളെ ഈ വർഷത്തെ നമ്മുടെ അവസാന ദിവസമാണല്ലേ. അപ്പം നാളെ എൻ്റെ അവസാനത്തെ വീഡിയോയുമാണ് ഈ വർഷത്തെ അവസാനത്തെ വീഡിയോ. അപ്പം നാളെ ഒരു മധുരം തന്നെ ആയിക്കോട്ടെ, ഒന്നുകിലൊരു പായസം അല്ലെങ്കിൽ ഒരു കേക്ക്. അപ്പം 5 മണിക്ക് നിങ്ങൾ കാണണം.
നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനൽ കൊണ്ട് പ്രയോജനം ഉണ്ടെന്ന് തോന്നുമെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്